ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം നമ്മൾ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ പ്രശ്നത്തെക്കാളുപരി ആ പ്രശ്നത്തിനോട് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിൽ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവത്തിന് ജീവിത വിജയവുമായി അല്ലെങ്കിൽ പരാജയവുമായി എത്രത്തോളം ബന്ധമുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഞാൻ അസീസ് മിത്തലി. വൺസ് അഗെയിൻ വെൽക്കം ടു ബി പോസിറ്റീവ്. അപ്പോൾ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിഹാരം തേടുമ്പോൾ ആ പ്രശ്നത്തെക്കാൾ അപ്പുറത്ത് അതിനോടുള്ള നമ്മുടെ സമീപനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നോക്കാം. അതൊരു കഥയിലൂടെ നമുക്ക് പറയാം. ഒരു ബലൂൺ വിൽപ്പനക്കാരൻ തൻ്റെ ബലൂണിൽ വിൽപ്പനയിലെ കച്ചവടം കുറയുമ്പോൾ അദ്ദേഹം ഒരു സൂത്രം പ്രയോഗിക്കുമായിരുന്നു. തൻ്റെ ബലൂണുകളിൽ ചിലതെടുത്ത് അതിനകത്ത് ഹീലിയം നിറച്ച് ആ ബലൂണിനെ ആകാശത്തേക്ക് ഉയർത്തുമായിരുന്നു. അപ്പോൾ കുട്ടികൾ വല്ലാതെ ആകർഷിക്കപ്പെടും. പച്ച, നീല, മഞ്ഞ പല കളറുകളിലുള്ള ഈ ബലൂണുകൾ ആകാശത്ത് പാറി നടക്കുമ്പോൾ അപ്പോൾ ചില കുട്ടികൾ വന്നു എനിക്കും അങ്ങനെ പറപ്പിക്കുന്ന ബലൂൺ വേണമെന്ന് പറയുമായിരുന്നു. ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ആ ബലൂണുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു വൈകുന്നേരം വരെ. എന്നിട്ട് അദ്ദേഹം കച്ചവടം മതിയാക്കി തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചുമലിലൊന്ന് പതുക്കെ തൊട്ടു. എന്നിട്ട് അദ്ദേഹം എന്തോ ചോദിക്കാനുണ്ട് ആ കുട്ടിക്ക് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ചോദിച്ചു അദ്ദേഹം, എന്തിനാണ് നീ ഇങ്ങനെ തട്ടുന്നത്, എന്താണ് നിനക്ക് ചോദിക്കാനുള്ളത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അതിനകത്ത് കറുത്ത ബലൂൺ നിങ്ങളിങ്ങനെ വായു നിറച്ചു കഴിഞ്ഞാൽ ആകാശത്തേക്ക് പോകുമോ എന്നായിരുന്നു അവൻ്റെ സംശയം. അപ്പോൾ ആ ബലൂൺ വിൽപ്പനക്കാരൻ അവൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, ഇത് ബലൂൺ കറുത്തതോ വെളുത്തതോ മഞ്ഞയോ ഒന്നുമല്ല ഇതിനെ മേലോട്ട് ഉയർത്തുന്നത്. അതിനകത്ത് നിറച്ചിരിക്കുന്ന വായു, എയറാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്. ബലൂണിൻ്റെ നിറമല്ല നമ്മുടെ ഉയർച്ചയുടെ ഘടകങ്ങൾ. ബലൂണിൻ്റെ നിറമല്ല ബലൂണിൻ്റെ ഉയർച്ചയുടെ ഘടകങ്ങൾ. അപ്പോൾ ഇതുപോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഉയരങ്ങളിലേക്ക് നയിക്കുന്നത് ആ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തെന്നോ, ദാരിദ്ര്യത്തിലാണോ, കുടുംബമഹിമയോ, മറ്റ് ഏത് രാജ്യത്താണ് എന്നുള്ളതോ ഒന്നും ഒരു ഘടകമല്ല. നിങ്ങളുടെ അകത്തുള്ള ആ കാര്യത്തിനോട് ഉള്ള നിങ്ങളുടെ സമീപനം അല്ലെങ്കിൽ മനോഭാവം, ആറ്റിറ്റ്യൂഡ്, ഇതാണ് ഒരാളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്. നമ്മുടെ മനോഭാവങ്ങൾ പോസിറ്റീവാകുമ്പോൾ, എനിക്കത് പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഞാനത് നേടിയെടുക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുമ്പോൾ, അതിന് ഞാൻ യോഗ്യനാണ് എന്ന് ഉറച്ച് നിങ്ങൾ വിശ്വസിച്ച് ഒരു കാര്യത്തിന് പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും. ആൽക്കെമിസ്റ്റ് എന്ന നോവലിലൂടെ പൗലോ കൊയ്ലോ പറഞ്ഞത് ഒരുപാട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യത്തിന് വേണ്ടി ശക്തമായ ആഗ്രഹത്തോടെ നിങ്ങൾ പ്രവർത്തിക്കപ്പെടുമ്പോൾ പ്രപഞ്ചവും മറ്റ് ലോകങ്ങളും എല്ലാ ജീവജാലങ്ങളും ആ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി നിങ്ങൾ പോലും അറിയാതെ ശ്രമിക്കുന്നുവെന്ന്. അങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിക്കൊണ്ട് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണ് താഴെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്.